ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഇവാൽ എന്ന ഫംഗ്ഷനെ കുറിച്ചാണ്. ഈ ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ടെക്സ്റ്റുകൾ നമുക്ക് ചേർത്ത് കൊടുത്താൽ അത് നമുക്ക് പ്രോഗ്രാമിൽ നമുക്ക് റണ്ണ് ചെയ്യിപ്പിച്ചെടുക്കാം. അതായത് സാധാരണ നമ്മൾ ടെക്സ്റ്റ് രൂപത്തിൽ കൊടുക്കുന്ന പല വാല്യൂകളും പ്രോഗ്രാമിൽ റണ്ണ് ചെയ്ത് വരില്ല. എന്നാൽ നമ്മൾ ഇവാൽ എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ പ്രത്യേകം സ്ട്രിങ് രൂപത്തിൽ കൊടുക്കുന്ന ടെക്സ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിൽ റണ്ണ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ തന്നെ പല പ്രോബ്ലങ്ങളും വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കൊരു യൂസർ അവരെ ഒരു ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ പ്രത്യേക കോഡ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സിനെ കോഡാക്കി മാറ്റി അതിനെ നമ്മളെ പ്രോഗ്രാമിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസ് കൊണ്ട് ഇത് നമ്മൾ പ്രോഗ്രാമിൽ അധികം ആരും റെക്കമെൻഡ് ചെയ്യാറില്ല. അതേപോലെ തന്നെ നമുക്ക് പ്രോഗ്രാം ഒന്നും കൂടി സ്ലോ ആവും. അതേപോലെ തന്നെ നമുക്ക് ഒരു റീഡബിലിറ്റി, അതായത് നമ്മൾ ഈ പ്രോഗ്രാമിന് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇവാൽ ഫംഗ്ഷന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ആ റീഡബിലിറ്റി ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അതായത് പല ഭാഗത്തും പല രൂപത്തിലായിരിക്കും കോഡുകൾ വരിക. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഇവാലുവേറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗിക്കുക എന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പ്രോഗ്രാമും ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് HTML സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കുറച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ആദ്യത്തെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ വാല്യൂ ഞാൻ 10 എന്ന് ചേർത്ത് കൊടുത്തു. ഒരു കോമ ഇട്ടതിന് ശേഷം രണ്ടാമത്തെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിന് ഞാൻ 20 എന്ന് ചേർത്ത് കൊടുത്തു. ഒരു കോമ ഇട്ടതിന് ശേഷം മൂന്നാമത്തെ വേരിയബിൾ ഞാനിവിടെ ഒരു 30 എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സമ്മ്, അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ, ഇത്രയും നമ്മളിവിടെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. എല്ലാം കോമ ഇട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ വന്ന് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സം ഈക്വൽ ടു ഇവാൽ എന്ന ഫംഗ്ഷന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഡബിൾ കൊട്ടേഷനുള്ളിൽ A+B+C എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി അതേ രൂപത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് മൾട്ടിപ്ലിക്കേഷൻ വരണം. അപ്പോൾ നമ്മളിവിടെ വന്ന് മൾട്ടിപ്ലിക്കേഷൻ്റെ മൾ എന്ന് ചേർത്തു. ഇവാൽ എന്ന് എഴുതിയതിന് ശേഷം നമുക്കിവിടെ A×B×C എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് അടുത്തത് സബ്സ്ട്രാക്ഷന് നമ്മളിവിടെ ചേർത്തു. സബ് എന്നിട്ടതിന് ശേഷം ഇവാൽ എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ A-B എന്നും ചേർത്ത് കൊടുത്തു. ഇനി ഓരോന്നും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് സം എന്നിട്ടതിന് ശേഷം നമുക്ക് സം ഏതാണോ അത് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പുതിയൊരു ലൈന് വരാൻ വേണ്ടിയിട്ട്, അപ്പോൾ സം ഒരു വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. അപ്പോൾ സം ഇട്ടു, അതിന് ശേഷം നമ്മളിവിടെ വന്ന് പ്ലസ് ഇട്ടതിന് ശേഷം നമ്മൾ പുതിയൊരു ലൈന് വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതന്നെ ഞാൻ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. കോപ്പി ചെയ്തു സബ് മൾട്ടിപ്ലിക്കേഷനും അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷനും. അപ്പോൾ ഇതിനെ നമ്മൾ സം എന്ന് മാറ്റിയിട്ട് ഞാനിവിടെ വന്ന് മൾട്ടിപ്ലിക്കേഷൻ എന്നാക്കി കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് നമുക്കിവിടെ വന്ന് സബ്സ്ട്രാക്ഷനും എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം, സബ്സ്ട്രാക്ഷൻ കിട്ടാൻ വേണ്ടി. ലാസ്റ്റ് ഇതിന് നമുക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം, കാരണം പുതിയ ലൈന് ഇനി വരുന്നില്ല. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോഡൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ആദ്യം തന്നെ നമുക്കിവിടെ ഇത് മൂന്നും കൂടിയും കൂട്ടിയത്, അതായത് 10+20+30 നമുക്ക് 60 എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. രണ്ടാമത്തേത് നമുക്കിവിടെ വന്ന് 10×20×30 ആൻസർ 6000 നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അടുത്തത് നമുക്ക് A-B ആണ്, അതായത് A എന്ന് പറയുന്നത് 10ഉം അതേപോലെ B എന്ന് പറയുന്നത് 20. അപ്പോൾ ഈ A-ന്ന് 20 കുറക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നമുക്കിവിടെ വന്ന് -10 എന്നാണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവാൽ എന്ന ഫംഗ്ഷൻ വെച്ചിട്ട് ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ കോഡെല്ലാം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി. അതിനുശേഷം ഞാനിവിടെ ഒരു ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് ഞാൻ RES എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഒരു ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് റസ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഫൺ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതിൽ 2 പാരാമീറ്റർ കൊടുത്തു, എയും ബിയും.
ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ആൻസർ റിട്ടേൺ ചെയ്യേണ്ടത് റിട്ടേൺ എന്നെഴുതിയതിന് ശേഷം നമുക്കിവിടെ വന്ന് a/b എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവാലുവേറ്റ് ഫംഗ്ഷൻ ഇവിടെ തുടങ്ങാം. അപ്പോൾ ഇവാൽ എന്ന് ചേർത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് റസ്, നമ്മുടെ വേരിയബിളാണ് റസ് ഈക്വൽ ടു ഫങ് എന്നെഴുതിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് 2 പാരാമീറ്ററാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് ആ ഡോക്യുമെൻ്റ് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ആ റസ് എന്ന വേരിയബിൾ നമ്മളിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കത് രണ്ടും കൂടിയും ഗുണിച്ചാൽ എത്രയാണോ ആ ആൻസർ ആയിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ഗുണിക്കണതിന് പകരം നമുക്ക് കൂട്ടിയാണ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അത് രണ്ടും കൂടിയും കാൽക്കുലേറ്റ് ചെയ്താൽ എത്രയാണോ വാല്യൂ വരുന്നത് അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അടുത്തത് നമുക്ക് ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഇവാലുവേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലുണ്ടായിരുന്ന എല്ലാം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് എക്സ്, അതിൻ്റെ വാല്യൂ ഞാനിവിടെ 0 എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്ന് വേറൊരു വേരിയബിൾ കൂടി നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യണം. വാർ എന്ന് ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ പേര് നമ്മൾ str എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഈക്വൽ ടു ഡബിൾ കൊട്ടേഷനുള്ളിൽ നമ്മളൊരു കണ്ടീഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഈഫ് എക്സ് ഈക്വൽ ടു 0 എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കാം സൺഡേ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എൽസെ സാധാരണ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ വന്ന് മൺഡേ എന്നും ചേർത്ത് കൊടുത്തു. സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ മൺഡേ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്നിട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ദ ഔട്ട്പുട്ട് ഈസ് എന്നിട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ആ വാല്യൂ ജസ്റ്റ് ഇവിടെ വന്നൊരു കോമ ഇട്ടിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇവാൽ എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ആ സ്ട്രിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ കണ്ടീഷൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ സ്ട്രിങ്ങിനെ നമുക്ക് ഇവിടേക്ക് ഒന്ന് കോൾ ചെയ്തെടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വന്ന് ദ ഔട്ട്പുട്ട് ഈ സൺഡേ, കാരണം ഇവിടെ വന്ന് ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ 0 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 0 ആണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ വന്ന് സൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും. അതല്ല നമുക്ക് വേറെ ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ ഇവിടെ വന്ന് മൺഡേ എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ വന്ന് നമ്മൾ 1 ആണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരിക മൺഡേ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവാലുവേറ്റ് ഫംഗ്ഷൻ എങ്ങനെ നമ്മളെ പ്രോഗ്രാമിൽ ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിവിടെ പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിന് നമ്മൾ സ്ട്രിങ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒബ്ജക്റ്റ് വാല്യൂസ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ രൂപത്തിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം തന്നെ എഫ് നെയിം എന്നിട്ടതിന് ശേഷം കോളൻ ഇട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ നമുക്കൊരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നെയിം എന്നും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് എൽ നെയിം. ഓക്കെ, ഒരു കോളൻ ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് അടുത്തത് ലാസ്റ്റ് നെയിം എന്താണോ നമുക്ക് വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പേര് OBJ എന്നിട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്കിവിടെ വന്ന് ഈ ഇവാലുവേറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യാം. അപ്പോൾ ഇവാലുവേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ട്രിങ് എന്നുള്ള വേരിയബിളിനെയാണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് ആദ്യം തന്നെ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് എഫ് നെയിം എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്പേസ് ഇട്ടതിന് ശേഷം നമുക്ക് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ലാസ്റ്റ് നെയിമിനെയും നമുക്ക് ഇങ്ങോട്ട് കോൾ ചെയ്തെടുക്കാം.
ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമുക്ക് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഒബ്ജക്റ്റ് ഉപയോഗിക്കാം, ഇവാലുവേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാമെന്നും ഈ ഇവാലുവേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു വർക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.